അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓണം വിഭവങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നാരങ്ങ അച്ചാർ ഇട്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ അച്ചാറുകളിലെ കേമൻ എന്ന് പറയുന്ന മാങ്ങ അച്ചാറാണ്. അപ്പോൾ നമ്മളിത് മാങ്ങയൊക്കെ അരിഞ്ഞ് നല്ല റെഡിയാക്കി 1 കിലോ മാങ്ങയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം അരിഞ്ഞ് മറ്റേ കരിന്തുലി അത് തന്നെ അതെല്ലാം കളഞ്ഞ് അത് മാത്രമേ ചെത്തി കളഞ്ഞിട്ടുള്ളൂ. കട്ടിക്ക് ചെത്തിയിട്ടില്ല, ചെറുതായിട്ട് മാത്രം ഒന്ന് കരിന്തുലി മാത്രം ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ആദ്യമേ തന്നെ ഇതിന്റെ അകത്ത് ഉപ്പ് ചേർക്കാവേ. ഉപ്പിട്ടൊന്ന് ഇളക്കി വെക്കാം. അപ്പം അത്യാവശ്യം ഇതിനകത്തുനിന്നുള്ള വെള്ളമയമൊക്കെ ഇറങ്ങി വരും. ഇപ്പം നമ്മൾ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ തിളപ്പിച്ച് ആറ്റിയെടുത്ത വെള്ളമാണ്. ഇത് നമ്മൾ 3 ടേബിൾ സ്പൂണൂടെ ചേർത്ത് നമ്മൾ ഇത് രണ്ടും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാൻ പോകണം. വെള്ളമാണ് ഇത് തിളപ്പിച്ച് ആറ്റിയതാണ്. പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ ഗ്രേവി ആവശ്യമില്ല. ഭയങ്കര കുറുകിയ വേണ്ടെങ്കിൽ എന്താ പറയുന്നത് മറ്റേ ഈ കട്ടിയായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കേണ്ടതായിരിക്കും. നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഉപ്പ് പിടിക്കാനും ഒക്കെ കൂടിയാണ് നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഇട്ടത്. ഇതൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് ഒന്ന് വെക്കാം. അപ്പൊ ഈ അച്ചാറൊക്കെ എടുക്കുമ്പോഴേ കൽച്ചട്ടി അല്ലെങ്കിൽ മൺചട്ടി ഒക്കെ ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതെ, സ്റ്റീൽ പാത്രവും അലുമിനിയം ഒക്കെ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമ്മള് മറ്റൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ഇനി ഇതിന്റെ ബാക്കി പരിപാടികളെല്ലാം ചെയ്യുന്നത്. അതെ, എന്നിട്ട് അത് അവിടെ അടഞ്ഞിരിക്കട്ടെ. ബാക്കി നമുക്ക് ഇനി നമ്മുടെ ചീനച്ചട്ടിയിൽ ചെയ്യാവേ. അപ്പൊ നമ്മള് ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമ്മള് നല്ലെണ്ണയാണ് ചേർക്കാൻ നല്ലത്. അച്ചാറിന് എപ്പോഴും നല്ലെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അത് വേഗം ചീത്തയായി പോകത്തില്ല നല്ലെണ്ണയാണെങ്കിൽ. അതാണ് നല്ലെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ അച്ചാർ എടുത്ത് എപ്പോഴും ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. അപ്പൊ നമ്മള് ഇതിൻ്റെ അകത്ത് ചേർക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പറഞ്ഞാല് നമ്മുടെ കറിവേപ്പില, ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളി. അപ്പൊ വെളുത്തുള്ളി നമ്മള് ഒരു 1/2 തുടം എടുത്തിരിക്കുന്നത്. പക്ഷെ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിരിക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് ചേർക്കേണ്ടത് തന്നെ ഉലുവയാണ്. നമ്മൾ ഉലുവ പൊടിയായിട്ടല്ല ചേർക്കുന്നത്, നമ്മൾ ഉലുവായിട്ട് തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് ചിലര് നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് അരച്ചൊക്കെ ചേർക്കാറുണ്ടല്ലോ. സദ്യക്ക് ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കുന്ന അച്ചാറാണ് സദ്യക്ക് ചെയ്യുന്നത്. അപ്പൊ അത് കാരണം ഉണ്ടല്ലോ, അത് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഈ സദ്യക്ക് ചെയ്യുന്ന അച്ചാർ അത് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന അച്ചാറാണ്. കല്യാണ സദ്യക്കൊക്കെ ഉണ്ടല്ലോ തലേദിവസം നമ്മൾ അച്ചാർ അടിക്കും. അതെ, വളരെ പെട്ടെന്ന്. അതെ അതെ. അപ്പൊ നമ്മൾ ഇന്ന് ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഓണസദ്യക്ക് ഉള്ളതായതുകൊണ്ട്. അപ്പൊ നമ്മുടെ ഉലുവ ഒന്ന് റെഡിയായി വരട്ടെ. നമ്മുടെ ഉലുവ എല്ലാം പൊട്ടി നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കടുകാണ്. അത് കൂടി ഇട്ട് കൊടുക്കുക. അവനും കൂടെ ഒന്ന് പൊട്ടണം. അപ്പൊ പൊട്ടാൻ ഇച്ചിരി മടി ഉലുവയ്ക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉലുവ ആദ്യം ഇട്ടത്. അപ്പൊ ഇനി കടുക് വളരെ വേഗം തന്നെ പൊട്ടി, വലിയ അഹങ്കാരമൊന്നുമില്ല. അപ്പൊ നമ്മുടെ വറ്റൽമുളക് ഒരു 3 പീസാക്കി അങ്ങോട്ട് മുറിച്ചിടാം. ഈ ഇതിന്റെ അച്ചാറിന്റെ തിളക്കുന്ന വറ്റൽമുളക് കഴിക്കാനാണ് നല്ല ടേസ്റ്റാണ്. ഗ്രേവി എല്ലാവരും കയറി കഴിയുമ്പോൾ നല്ല രുചിയാണ്. നമ്മുടെ ഇഞ്ചി ചേർത്ത് കൊടുക്കവേ. നല്ല ചൂടാണ്, എണ്ണയല്ലേ, അപ്പൊ നല്ല ചൂടുണ്ട്. ശ്രദ്ധിച്ചോണം കേട്ടോ. ഈ നമ്മൾ എണ്ണ കൂടുതൽ എടുക്കുമ്പോഴത്തേക്ക് സാധ്യതയുണ്ട്. നമ്മളിപ്പോ തീ വളരെ കുറച്ചിരിക്കുന്നത്. എണ്ണ നല്ല ചൂടാണ്. അതെ. അപ്പൊ നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ. വളരെ താത്ത് ഇട്ട് കൊടുക്കണം. കൈ അല്ലെങ്കിൽ എണ്ണ ചിലപ്പോൾ ചെറുക്കാം. അപ്പൊ ഇത് നമ്മൾ വളരെ വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ഈ അച്ചാറിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ പച്ചമുളകാണ്. അത് നമ്മൾ 3 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല ചെറുതായിട്ട് എരിവില്ലാത്ത പച്ചമുളകാണ്. ഈ നമ്മൾ മറ്റേ സദ്യയൊക്കെ തയ്യാറാക്കുമ്പോഴത്തേക്ക് അപ്പം തലേദിവസമായിരിക്കും അച്ചാറൊക്കെ റെഡിയാകുന്നത്. പെട്ടെന്ന്
നമുക്ക് നാളത്തേക്ക് റെഡി ആകണ്ടേ. ഇനി നമുക്ക് കായം ചേർത്ത് കൊടുക്കാവേ. കായം അതിൻ്റെ അകത്ത് കിടന്ന് എല്ലാത്തിലും ഒന്ന് റെഡിയാവും. ഇനി നമുക്ക് കറിവേപ്പില ഇച്ചിരി കൂടുതൽ ഇട്ടോ. കൂടുതൽ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ടേസ്റ്റ് കൂടുതലാണ്. അപ്പൊ ഇതിന്റെ എല്ലാം ഒന്ന് വെള്ളമയം മാറിയിട്ട് വേണം നമുക്ക് ഇതിന്റെ പൊടികൾ ചേർത്ത്. തീ വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ തീ വളരെ കുറച്ച് വെച്ചിരിക്കുന്നത്. കാരണം എണ്ണ വളരെ ചൂടല്ലായിരുന്നു. അപ്പൊ അത് കാരണം തീ വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും എല്ലാം നന്നായിട്ട് മൂത്ത് റെഡി ആയിട്ടുണ്ട്. അതിലെ വെള്ളമയം എല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തീ ആകാൻ നിർത്താവേ. ഇനിയിപ്പോ നമുക്ക് തീയുടെ ആവശ്യമില്ല. അതെ, ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മളിപ്പോ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പൊ നമുക്ക് 2.5 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. കളറിനും എരിവിനും എല്ലാം ആയിട്ട് അപ്പൊ ഒരു കൊഴുപ്പും കിട്ടുവേ. പച്ചമുളകുണ്ട്, വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു അര ടീസ്പൂണോളം നമ്മുടെ മഞ്ഞപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഈ പൊടിയുടെ ഒരു പച്ചമണം മാറണം. അപ്പൊ നമ്മുടെ നല്ല എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുന്നുണ്ട്. അത് നിമിഷ നേരം കൊണ്ട് അത് പെട്ടെന്ന് തന്നെ മാറും. അപ്പൊ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ മാങ്ങ അങ്ങ് ചേർത്ത് കൊടുക്കാം അല്ലേ. അപ്പൊ നമ്മുടെ മാങ്ങ ഉപ്പെല്ലാം പരട്ടി റെഡിയാക്കി വെച്ചിരുന്നാണ്. അതിന്റെ വെള്ളവും എല്ലാം കൂടെ ഇട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ നമ്മള് തീ ഒന്നും കത്തിക്കുന്നൊന്നുമില്ല. ഇനിയിപ്പോ തീ കത്തിക്കേണ്ട ആവശ്യമില്ല. ഇതിലിരുന്നുണ്ടല്ലോ ആ ഉപ്പും വെള്ളവും എല്ലാം പിടിക്കണം. ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്താണ്. അപ്പൊ ഒന്ന് നോക്കണം ഇതിന്റെ അകത്ത് ഉപ്പ് മതിയോ. ചിലപ്പോ വേണ്ടി വരും. അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കാം. ഇളക്കിയിട്ട് നമുക്ക് ഉപ്പൊന്നും കൂടെ നോക്കിയേക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല കട്ട ഗ്രേവി ആയിട്ടുണ്ട്. നല്ല കളറ്. അപ്പം ഈ നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കാശ്മീരി മുളക് പൊടി ഇച്ചിരി കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. കാര്യം വെച്ചാൽ നമ്മുടെ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര കളർ കിട്ടത്തില്ല. പക്ഷെ ഇതാണ് അതിന്റെ ഒരു ഭംഗി. എന്താ പറയുക, വിളമ്പി വെച്ചിരിക്കുമ്പോഴേ കാണാനൊരു ഭംഗി, ഒരു ഐശ്വര്യം വേണമല്ലോ നമുക്ക്. പിന്നെ നമുക്ക് അതിന്റെ ഉപ്പും കൂടെ ഒന്ന് നോക്കിയാൽ ചിലപ്പോൾ ഉപ്പ് നമുക്ക് വേണ്ടി വരും. അച്ചാറിനൊക്കെ ഇച്ചിരി ഉപ്പ് നമ്മൾ മുൻപന്തിയിൽ നിൽക്കണം. പിന്നെ നമുക്ക് ഉപ്പ് നോക്കിയേക്കാം. ഉപ്പ് നമുക്ക് ഒരിച്ചൂടെ ചേർക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം കേട്ടോ. ഗ്രേവി നല്ല സൂപ്പർ ആയിട്ടുള്ളൂ. നമ്മുടെ ഇരിയൊക്കെ മതിയാവും. നമുക്ക് ഒന്നുകൂടെ ഇരിക്കും തോറുണ്ടല്ലോ ഉപ്പ് കുറഞ്ഞ പോലെ തോന്നും. കാരണം ഇത് പുളി ചിലപ്പോ ഇറങ്ങി കഴിഞ്ഞാലേ നമുക്ക് കിട്ടിയ മാങ്ങ ഉണ്ടല്ലോ അത്യാവശ്യം ചെറിയൊരു ചരച്ച മാങ്ങ പുളി വരത്തില്ല. നല്ല പുളിയുള്ള മാങ്ങയുണ്ട് ചില സമയത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഉണ്ടല്ലോ ഇരിക്കും തോറും അതിന്റെ പുളി അങ്ങ് കൂടി മാങ്ങയുടെ സീസൺ ഒക്കെ കഴിഞ്ഞു വരുമല്ലേ. അത് തന്നെ കിട്ടാനും പാടാ. എന്നാലും നമുക്കൊരു അച്ചാറില്ലാതിരിക്കും. അടിപൊളി ടേസ്റ്റ്. അതെ അധികം പുളിയില്ല. ആ മാങ്ങ ആയതുകൊണ്ടായിരിക്കാം ഒരു ചെറിയ മധുരമുണ്ട്. ചെറിയൊരു മധുരം. അടിപൊളി ടേസ്റ്റ് കേട്ടോ. കറക്റ്റ് ഉപ്പ്, മധുരം അല്ല മധുരം എരിവ്, ചെറിയൊരു മധുരമുണ്ട്. മാങ്ങാച്ചാറ് അതെ അടിപൊളി കേട്ടോ. കയ്യിലൊരു മാങ്ങ ഇരിക്കണം. അടിപൊളി അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഓണത്തിന് വേണ്ടി നമുക്ക് തയ്യാറെടുപ്പെല്ലാം തുടങ്ങിയല്ലോ. എല്ലാവരും തുടങ്ങി കാണുമല്ലോ. അപ്പം നമ്മളിപ്പം ഇട്ടു. ഇപ്പം നമ്മളിത് മാങ്ങ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തൊടുകറികളിൽ ഇനി ഇഞ്ചിയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. അപ്പം നമുക്ക് ഇഞ്ചി ആണ്. നമുക്ക് ഇനി അടുത്ത ഇഞ്ചിക്കറിയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം എല്ലാവരും തുടങ്ങിക്കോ. നമുക്ക് ഓണം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആഘോഷിക്കാം. നമുക്ക് എല്ലാവർക്കും കൂടെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം പണ്ട് പറയുന്നതല്ല, കാണാൻ പറ്റും നമുക്ക് ഓണം ഉണ്ണണം. തിരുവോണത്തിന് നമുക്ക് സന്തോഷമായിട്ട് എല്ലാവരും ആഹാരം കഴിക്കുക. അതൊരു എന്താ പറയാ, നമ്മുടെ പണ്ടത്തെ ആ ഒരു രീതി എല്ലാം കൂടെ കാണുമ്പോഴേ. അപ്പൊ നമുക്ക് നാളെ നമ്മുടെ ഇഞ്ചിക്കറി ആയിട്ട് കാണാം അല്ലേ. അപ്പൊ നമ്മളെപ്പോഴും പറയുന്ന പോലെ
നമ്മുടെ അച്ചാറും ഇതെല്ലാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ല് അതൊക്കെ ഒന്ന് ഓൺ ചെയ്തെല്ലാം റെഡിയാക്കി വെക്കുക. പിന്നെ ഇതിനെ പറ്റിയുള്ള അഭിപ്രായവും നിർദ്ദേശവും പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള ആ ഒരു കറികളുടെ ഇതെല്ലാം ഓണം എങ്ങനെയൊക്കെ ആഘോഷിക്കുന്നത് അതൊക്കെ ഒന്ന് അതെ ഇപ്പൊ തുടങ്ങണം. ഇനിയിപ്പോ അധികം ദിവസമില്ലല്ലോ. അപ്പൊ അതെല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നാളെ നമുക്ക് ഇഞ്ചിക്കറി ആയിട്ട് കാണാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing